എനിക്കൊരു സംശയം അവതരിപ്പിക്കുകയാണ്. എൻ്റെ പേര് രാജൻ എന്നാണ്. ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്, ഇല്ലെങ്കിൽ ഉംറയ്ക്കായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വിശദമായ ഒരു വിവരം കിട്ടിയാൽ തിരക്ക്. ബഹുമാനായ സഹോദരൻ രാജൻ സാറുടെ ആഗ്രഹം ഹജ്ജിനോ ഉംറക്കോ പോകണമെന്നുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ്, അല്ലെങ്കിൽ അതിനൊരു ഉപദേശം കിട്ടിയാൽ തിരക്കുള്ള. ഹജ്ജിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഏത് യാത്രക്കാണെങ്കിലും നമുക്ക് ചില അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കയുടെ വിസ ആദ്യം കിട്ടണം. നമ്മൾ പാസ്പോർട്ട് എടുക്കണം, അമേരിക്കയുടെ വിസ കിട്ടണം. വിസ കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ഇവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ ചില ഡിക്ലറേഷൻസ് നൽകണം. നമ്മളിത് ഇന്നതാണെന്നല്ല. ആ ഡിക്ലറേഷൻ നൽകിക്കഴിഞ്ഞാലാണ് അവിടെ നിന്ന് വിസക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ വിസ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും ഏത് നാട്ടിനാണെങ്കിലും ഇത്. ഹജ്ജിനും ഉംറക്കും പോകണമെങ്കിൽ അടിസ്ഥാനപരമായൊരു സംഗതി, ആ ഹജ്ജും ഉംറയും സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി തീരുന്ന ആളുകൾക്ക് അവിടെ പോയി ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ആ കർമ്മമായി തീരണമെങ്കിൽ ഒന്ന് അടിസ്ഥാനപരമായ സംഗതി, രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനകൾ അർഹിക്കുന്നവനായി മറ്റാരുമില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ രണ്ട് സാക്ഷ്യവാചകങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള അർഹതയും അനുമതിയും ലഭിക്കുകയുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ആ രംഗത്തുള്ള അടിസ്ഥാനപരമായ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ട്രാവൽസുമായി ആണോ ബന്ധമുള്ളത് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹജ്ജിനോ ഉംറക്കോ പോകാവുന്നതാണ്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക.